കാൽവരി ക്രൂശിന്മേൽ എനിക്കായി മരിച്ച കർത്തനേ, ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളു യേശുപരാ. കാൽവരി ക്രൂശിന്മേൽ എനിക്കായി മരിച്ച കർത്തനേ, ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളു യേശുപരാ. ഞാനെന്തുള്ളു യേശുപരാ, ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളു യേശുപരാ. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. 1 കൊരിന്ത്യർ 2:9 ദൈവം തൻ്റെ മക്കൾക്കായി ഒരുക്കിയിരിക്കുന്ന നന്മകൾ അതിശ്രേഷ്ഠമാണ്. ദാവീദ് പറയുന്നത്, തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം സംഗ്രഹിച്ചതും അവനിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക ദൈവം പ്രവർത്തിച്ചതുമായ ദൈവത്തിൻ്റെ നന്മകൾ എത്രയും വലുതാകുന്നു എന്ന സങ്കീർത്തനം 31:19. ഇന്ന് നാം അനുഭവിക്കുന്ന നന്മകൾ എല്ലാം തന്നെ ദൈവം നൽകിയതാണ്. എന്നാൽ ഇന്നുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത നന്മകളാണ് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അവൻ നമുക്കായി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന നന്മകൾ എന്തൊക്കെയാണ് എന്ന് ഈ പ്രഭാത ചിന്തയിൽ നമുക്ക് പങ്കുവെക്കാം. ഒന്നാമത്തെ നന്മ, സ്വർഗത്തിൽ നമുക്കായി ഒരുക്കുന്ന വാസസ്ഥലം. യോഹന്നാൻ 14:2-3 കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. എന്തുകൊണ്ടാണ് സ്വർഗത്തിൽ ഭവനമൊരുക്കുന്നത്? ഇവിടെ നാം ജീവിക്കുന്ന ഭൂമിയിൽ നാം അന്യരും പരദേശികളുമാണ്. ഇവിടെയല്ല നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ ആണ്. ദൈവമക്കൾ സ്വർഗീയ പൗരത്വം പ്രാപിച്ച് സ്വർഗത്തിൽ അവനോടുകൂടി എന്നേക്കും പാർക്കേണ്ടുന്നവരാ. ഈ ഭൂമിയിൽ നമുക്ക് കഷ്ടതകളും വേദനയും വിശപ്പും വെയിലും ചൂടും എല്ലാം ഉണ്ട്. എന്നാൽ സ്വർഗീയ വാസസ്ഥലത്ത് ചെന്നു ചേരുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമോ വെളിപ്പാട് 7:16-17 പറയുന്നത്, വിശക്കുകയില്ല, ദാഹിക്കുകയില്ല, വെയിലും യാതൊരു ചൂടും തട്ടുകയില്ല, കുഞ്ഞാടിനാൽ പരിപാലിക്കപ്പെടുകയും നമ്മുടെ കണ്ണുനീരിനെ കുഞ്ഞാട് തുടച്ചു കളയുകയും ചെയ്യുന്ന അനുഭവം എന്ന. ദൈവം കണ്ണുനീർ തുടച്ചു കളയും എന്ന് പറയുമ്പോൾ ന്യായമായ ഒരു സംശയം നമ്മിലുണ്ടാവും. സ്വർഗത്തിൽ കണ്ണുനീരുണ്ടോ? സ്വർഗത്തിലെ കണ്ണുനീർ കഷ്ടതയുടെയോ വേദനയുടെയോ ഒന്നുമല്ല. സ്വർഗത്തിലെ കരച്ചിലിനൊരു കാരണമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലൂക്കോസ് 16:23 പാതാളത്തിൽ യാതന അനുഭവിച്ചു കൊണ്ടിരുന്ന ധനവാൻ മേലോട്ട് നോക്കി അബ്രഹാം പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ലാസറിനെ കണ്ടതായി പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സ്വർഗീയ വാസസ്ഥലത്ത് സന്തോഷത്തോടുകൂടി കർത്താവിനോടുകൂടി പാർക്കുന്ന ദൈവമക്കൾ സ്വർഗീയ വാസസ്ഥലത്തേക്ക് വരുവാൻ കഴിയാതെ ഭൂമിയിൽ യാതന അനുഭവിക്കുന്നവരെ കണ്ട് കരയും. അപ്പോൾ ഉണ്ടാകുന്ന കണ്ണുനീർ കർത്താവ് തുടച്ചു കളയുമെന്ന ഇവിടെ പറയുന്നത്. അങ്ങനെ കണ്ണുനീർ മാറി സന്തോഷിക്കുകയും എന്നേക്കും കർത്താവിനോടുകൂടി വസിക്കുകയും ചെയ്യും. 1 തെസ്സലോനിക്കർ 4:17 അതെ, കണ്ണീരില്ലാത്ത അനുഭവത്തിൽ എന്നും കർത്താവിനോട് കൂടെ വസിപ്പാൻ നമുക്കായി കർത്താവ് ഒരുക്കുന്ന നന്മയാണ് സ്വർഗീയ വാസസ്ഥലം. രണ്ടാമത്തെ നന്മ, നാം അവനോട് സദൃശ്യരായി രൂപാന്തരപ്പെടും. ഫിലിപ്പ് ലേഖനം 3:21 ഒരിക്കൽ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ദൈവത്തിൻ്റെ സ്വരൂപം നമുക്ക് തിരികെ ലഭിക്കുകയും നാം അവൻ്റെ മഹത്വമുള്ള ശരീരത്തോടെ രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ള ശരീരം അദ്രവത്വമുള്ള ശരീരത്തെയും
ഈ മർത്യമായ ശരീരം അമർത്യമായ ശരീരത്തെയും ധരിക്കും. നാം സ്വർഗീയനെ പോലെയാകും. ഈ ഭൂമിയിൽ നമുക്ക് മരണമുണ്ട്. ഏതിനിൽ ആദ്യം ഉണ്ടായിരുന്നതും പാപത്താൽ നഷ്ടപ്പെട്ടു പോയതും ആയ സകല അനുഭവങ്ങളും നമുക്ക് അവിടെ ലഭിക്കും. അവിടെ മരണമുണ്ടാകില്ല. ഒരു പുതിയ വാസസ്ഥലം മാത്രമല്ല, ഒരു പുതിയ ശരീരവും നമുക്ക് ലഭിക്കുന്ന നന്മയാണ്. മൂന്നാമത്തെ നന്മ സകല വിശുദ്ധന്മാരോട് കൂടെയും ലഭിക്കുന്ന കൂട്ടായ്മയുടെ അനുഭവം. വെളിപ്പാട് 4 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ ഈ നന്മയുടെ വിവരണം നൽകിയിട്ടുണ്ട്. ദൈവമക്കളും സകല വിശുദ്ധന്മാരും 1000-10,000 ദൈവദൂതന്മാരും നമ്മുടെ കർത്താവും ഒരുമിച്ചുള്ള കൂട്ടായ്മ. ആ കൂട്ടായ്മയിലെ പാട്ടാണ് വെളിപ്പാട് 4-ന്റെ 8-ാമത്തെ വാക്യം. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഇങ്ങനെ കർത്താവിനെ പാടി ആരാധിച്ചു കൊണ്ടിരിക്കുന്ന അനുഭവം, അവൻ്റെ നാമം ധരിച്ച് അവനെ മുഖാമുഖമായി കണ്ട് ആരാധിക്കുന്ന അനുഭവം. വെളിപ്പാട് 22-ന്റെ 3-4 വാക്യങ്ങൾ. ഈ സന്തോഷകരമായ കൂട്ടായ്മയാണ് അവിടെ നമുക്ക് ലഭിക്കുന്ന നന്മ. കർത്താവ് തൻ്റെ മക്കൾക്കായി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഈ നന്മകൾ ഇതുവരെയും നാം കണ്ടിട്ടില്ലാത്തതും ഇതുവരെയും കേട്ടിട്ടില്ലാത്തതും നമ്മുടെ ഹൃദയങ്ങളിൽ ഇതുവരെയും ചിന്തിക്കുവാൻ പോലും സാധിച്ചിട്ടില്ലാത്തതുമായ നന്മകളാണ്. ഈ നന്മ ലഭിക്കുന്ന ദൈവമക്കൾക്ക് മാത്രമാണ്. നമ്മെ ദൈവമക്കളാക്കുന്നതിനു വേണ്ടിയാണ് തൻ്റെ ഏകജാതനായ പുത്രനെ ക്രൂശിൽ മരിപ്പാൻ ദൈവം വിട്ടുകൊടുത്തത്. ക്രൂശിന്റെ ചുവട്ടിൽ അഭയം പ്രാപിക്കുന്ന ആർക്കും ദൈവമക്കളായി തീരുന്നതിനും ഈ നന്മകൾ അനുഭവിക്കുന്നതിനും സാധിക്കും. കർത്താവേ, ക്രൂശിന്റെ ചുവട്ടിൽ അഭയം പ്രാപിച്ച് ദൈവമകനായി തീരുന്നതിനും നീ ഒരുക്കിയിരിക്കുന്ന നന്മകൾ അനുഭവമാക്കുന്നതിനും എന്നെയും യോഗ്യനാക്കണമേ. ആമേൻ. ദുഷ്ടരാ യൂദന്മാർ ഹിംസ ചെയ്തു നിന്നെ എത്രയോ, നീ പിടഞ്ഞു വേദനയാലേ, അതും എൻ പേർക്കല്ലോ രക്ഷകാ. ദുഷ്ടരാ യൂദന്മാർ ഹിംസ ചെയ്തു നിന്നെ എത്രയോ, നീ പിടഞ്ഞു വേദനയാലേ, അതും എൻ പേർക്കല്ലോ രക്ഷകാ. ഞാനെന്തുള്ളു 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 യേശുപരാ, ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ